കഴിഞ്ഞ ജനുവരി 24-ലാണ് മലപ്പുറം ഊർങ്ങാട്ടിരി കൂരങ്കല്ലിൽ കാട്ടാന കൃഷിയിടത്തിലെ കിണറ്റിൽ വീണത്. നാട്ടുകാരുടെ മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് കാട്ടാനയെ വനംവകുപ്പ് കരയ്ക്കു കയറ്റിയത്. അന്ന് കാട് കയറിയ ആനയടക്കം നിരവധി കാട്ടാനകൾ ഇന്നും പ്രദേശത്ത് ഭീതിയും നാശവും വിതയ്ക്കുകയാണ്. രാത്രിയായാൽ പുറത്തിറങ്ങാൻ പോലുമാകാതെ ഭയപ്പെട്ടാണ് നാട്ടുകാരുടെ ജീവിതം. ആ മനുഷ്യർക്കൊപ്പം ആന നാശം വിതച്ച ഇടങ്ങളിലൂടെ മലപ്പുറത്തെ റിപ്പോർട്ടർ സംഘം ഒരു രാത്രി യാത്ര നടത്തി. ജനങ്ങളുടെ ഭീതി കണ്ടറിഞ്ഞായിരുന്നു ആ യാത്ര. ഈ പടക്കുമായിട്ട് ഞങ്ങൾ അങ്ങാടി വരെയും പോയിച്ച് വരും. ആന കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടതിന് ശേഷം വീണ്ടും വന്ന് ആന നശിപ്പിച്ചു. 4-ാം പൊക്കം വീണ്ടും വന്നു ആന ഇവിടെ ഇതിൻ്റെ മുകളിൽ തന്നെ ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ മുകളിൽ ആനയുണ്ട്. ഇത് രാത്രി ഒരു 11 മണിയോ 8 മണിയോ 9 മണിയാകുമ്പോഴത്തേക്കും ആന വീണ്ടും ഇവിടെ തന്നെ ഈ കൃഷി നശിപ്പിക്കാൻ വേണ്ടി വരും. ഇത് ഇവിടെ നിന്ന് പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പുഴയിലെ വെള്ളമാണ് ഈ ആന ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വനത്തിൽ വെള്ളമില്ല, തീറ്റയില്ല. ആനയ്ക്ക് യാതൊരു സൗകര്യവും ആനയ്ക്ക് കാട്ടിൽ നിൽക്കാനുള്ള ഈ വനമേഖലയിൽ ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആന വീണ്ടും കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത്. ഈ കിണറ്റിൽ നിന്ന് കയറ്റുന്ന ആനയെ നിരീക്ഷണത്തിൽ നിർത്താൻ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെ വനപാലകർ വീണ്ടും വനത്തിലേക്ക് വിട്ടേക്കുന്നത്. കോടതിയെ അവർ പുല്ലുവലിയാണ് കൽപ്പിച്ചേക്കുന്നത്. ഇതിലെയാണ് ആന ഇറങ്ങി വരുന്നത്. ഇത് ആ ഒരു ആനച്ചാലാണിത്. ഈ ആനച്ചാലിൽ കൂടെ ഇത് ഇറങ്ങി വരുന്നു. ഇവിടെ കൃഷിയിടം നശിപ്പിച്ചിട്ട് വീണ്ടും തിരിച്ച് ഇത് വേറെ ഇതിലേയും പോയിട്ടില്ല. ഇതിലേ തന്നെ പോയത്. അതുപോലെ തന്നെ സർക്കാർ പറയുന്നുണ്ട് ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലുള്ള മേഖലകളിലെ ഭൂമികൾ എടുക്കും എന്ന് പറഞ്ഞ് ഇവർ അപേക്ഷ മേടിച്ചു. അവർ ആ ഭാഗത്ത് തിരിഞ്ഞില്ല, ഫണ്ടില്ല പറഞ്ഞു. ജനങ്ങളെ വെറും കബളിപ്പിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്കാണ് ഇപ്പം ഇവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നീങ്ങുന്നത്. കാര്യം ഇവർ വരുന്നുണ്ട്, ഇവർ എത്ര നേരം നിൽക്കും, ഇവരെ പോവും. ആന ഒരു 2:30-3 മണിയാകുമ്പോൾ ആന വരും. പക്ഷേ ഇവിടെ ഒരു ഔട്ട് വേണം. അതില്ലാതെ ഈ കൃഷിഭൂമിയിൽ ഒന്നും ജീവിക്കാം യാതൊരു മാർഗവുമില്ല ജനങ്ങൾക്ക്. പക്ഷേ ഇവർ വന്നുകൊണ്ട് കാര്യമില്ലല്ലോ. ഇവരെത്ര നേരം നിൽക്കും, ഇവരിപ്പോൾ വിളിക്കും, അവിടുന്ന് പനമ്പിലാവെന്ന് പറഞ്ഞ സ്ഥലത്തോട് വിളിക്കും. അപ്പോൾ ഇവരങ്ങോട്ട് പോകേണ്ടി വരും. ആന ഇവിടെ ഇറങ്ങും. 4:30 മണിക്ക് ഇവിടെ ആനയുണ്ട്. രാത്രി കഴിഞ്ഞ എന്നും ഇങ്ങനെ തന്നെയാണോ? ഇതേ പരിപാടിയാണ് എന്നും. ഞങ്ങൾ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളിങ്ങനെ പന്തം കൊളുത്തി ഈ പാട്ടയും കൊട്ടി ഇങ്ങനെ പോവാണ്. പടക്കൊക്കെ കയ്യിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. പടക്കം എൻ്റെ മടിയിൽ എൻ്റെ മടിയിൽ പടക്കമുണ്ട്. ഇതുകൊണ്ടോ? ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർ തന്ന പടക്കമാണ്. ഈ പടക്കം ഇത് ഗുണ്ടാണ്. ഇത് കൈ വെച്ച് പൊട്ടിക്കാൻ പറ്റിയല്ല. ഇത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഈ പടക്കമായിട്ട് ഞങ്ങൾ അങ്ങാടി വരെയും പോയിച്ച് വരും. നേരത്തെ ഈ വീടുകളൊക്കെ ഏറ്റെടുക്കാമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. അതെ, സ്ഥലം ഈ ഫോറസ്റ്റ് അതിർത്തിയിലുള്ള സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഓരോ ആധാരത്തിന് എത്ര 15 ലക്ഷം അങ്ങനെ എന്തോ കൊടുത്തിട്ട് അങ്ങനെ എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കംപ്ലീറ്റ് പെൻഡിങ്ങിലാണെന്നാണ് കേട്ടത്. ഇവർ നിയമം കൈകാര്യം ചെയ്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. DFO റേഞ്ചർ മുകളിലുള്ളവർ വേണം. ഇവരവിടെ കറങ്ങുന്ന കസ ഇരുന്നിട്ട് ഇവരെ മാത്രം ഈ രാത്രിയിൽ വിട്ടിട്ട് കാര്യമില്ല. അവർക്കും ജീവനില്ലേ? അവരൊരു പണി ചെയ്യട്ടെന്ന് അവർ ജനങ്ങൾക്ക് വിട്ടു. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ സംരക്ഷണം എന്ന് പറയട്ടെ. സർക്കാരും മുകളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രി അടക്കം. ഒരു രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ പിറ്റേ ദിവസം ജോലിക്ക് പോലും പോകാൻ കഴിയാത്ത മനുഷ്യർ, അത്തരത്തിൽ പല വിധത്തിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ ജീവിതമാണ് ഇപ്പോൾ നമ്മളും പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂറിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ഗുഡ് മോർണിംഗ് അഷ്കർ അലി കരിമ്പ. രാത്രി യാത്രയുടെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. എന്താണ് അവിടുത്തെ യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അവിടെയുള്ള ആശങ്ക അകറ്റാൻ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഇടപെടൽ അത് എത്രത്തോളം ഉണ്ടായിട്ടുണ്ട് അഷ്കർ? സുജയ, അന്ന് അവിടെ കാട്ടാന കിണറ്റിൽ വീണ് അതിനെ കരകയറ്റിയതിനു ശേഷം അവിടെ കോടമ്പുഴ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥിരമായി അവിടെ സന്ദർശിക്കുകയും അത്തരത്തിൽ കാട്ടാനകൾ ഇറങ്ങുമ്പോൾ അതിനെ തിരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് പോരാ അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അന്ന് കയറ്റിവിട്ട അതേ കാട്ടാനടക്കം നിരവധി കാട്ടാനകൾ എത്തിയാണ് തുടർന്നും അവിടെ വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. ഒരു ദിവസം അവിടെ നേരം പുലരുമ്പോൾ അവിടെയുള്ള ആളുകൾ കാണുന്നത് പ്രദേശത്ത് വ്യാപകമായി ഏക്കർ കണക്കിന് തോട്ടങ്ങളടക്കം തെങ്ങും കവുങ്ങും
വാഴയുമടക്കം വ്യാപകമായി നശിപ്പിച്ച് അതെല്ലാം തന്നെ റോഡുകളിലേക്ക് വലിച്ചിട്ടൊരവസ്ഥയായിരുന്നു. അത്രത്തോളം വ്യാപകമായ കൃഷിനാശം അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു 400 റബ്ബറുള്ള ഒരു കർഷകൻ അയാളുടെ 300 റബ്ബറും ഈ കാട്ടാൻ നശിപ്പിക്കുക. അവസാനം ജീവനോപാധി നഷ്ടപ്പെട്ട ആ തോട്ടത്തിലേക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥ. രാത്രി ആയിക്കഴിഞ്ഞാൽ 7 മണിക്ക് ശേഷം ഒരു മനുഷ്യന് പോലും സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിൽ പോലും വീടിനകത്ത് പോലും ഭീതിയില്ലാതെ കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥ. അത്രയും ഒരു ദുരന്ത സാഹചര്യം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാവിലെ ടാപ്പിംഗ് തൊഴിലാളികളായിട്ടുള്ള നിരവധി മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു. 100-ലധികം ആളുകൾ അത്തരത്തിൽ ടാപ്പിംഗ് തൊഴിലാളികളായി ജോലി നോക്കി ജീവിച്ചിരുന്നവരാണ്. പക്ഷേ അവർക്കൊന്നും രാവിലെ 7 മണി 7:30 കഴിയാതെ വീട്ടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രത്തോളം വലിയൊരു ആശങ്കയിലാണ് ഈ സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പ്രധാനമായി പറയുന്ന പരിഹാരങ്ങൾ. ഒന്ന്, ആ ഭാഗത്ത് തന്നെ ഒരു ഔട്ട് പോസ്റ്റ് സ്ഥാപിക്കുക. അതുപോലെ തന്നെ സോളാർ ഫെൻസിംഗ് അടക്കം ഇപ്പോഴും അവിടെ പൂർത്തിയാക്കിയിട്ടില്ല. അതൊക്കെ അടിയന്തരമായി സ്ഥാപിച്ചാൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പോകുന്ന ഒരു സാഹചര്യമെങ്കിലും അവിടെ ഉണ്ടാവുന്നുള്ളൂ. അത്രത്തോളം കണ്ണീരിലും ദുരന്തത്തിലുമാണ് വടക്കൻ നിവാസികൾ, കൂരങ്കല്ല് നിവാസികൾ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.